എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിതിൻ ലാലിൻ്റെ സംവിധാനത്തിൽ വന്ന ARM സിനിമയെക്കുറിച്ചാണ്. അതായത് അജയൻ്റെ രണ്ടാം മോഷണം. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ വന്നിട്ട് ഒരു 3 കാലഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇതിൽ ടൊവിനോ തോമസ് എന്നൊരു 3 ഡിഫറൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതായത് 3 കാലഘട്ടത്തിനനുസരിച്ച പോലെ. ഇതിൽ ആദ്യം കാണിക്കുന്ന ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാവീരനെ പോലെ കാണിക്കുന്നുണ്ട്. അതായത് ഇയാൾ ചെയ്ത ഒരു വീരശൂര പരാക്രമ ഒരു ഇതിൻ്റെ പേരിൽ വന്നിട്ട് അവിടുത്തെ രാജാവ് വന്നിട്ട് എന്ത് വേണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടുത്തെ രാജാവ് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇയാൾ ചോദിക്കും, ഇന്ന പോലെ എനിക്ക് അവിടെ ഒരു വിളക്കുണ്ട്, അതായത് ഒരു ശില പോലെയുള്ള ഒരു വിളക്ക്, ആ വിളക്ക് എനിക്ക് വേണമെന്ന് പറയുന്നു. അപ്പം രാജാവും അത് കൊടുക്കുന്നു. അതേപോലെ വേറൊരു കാലഘട്ടത്തിലുള്ള ടൊവിനോ തോമസിനെ കാണിക്കുന്നു മണിയൻ എന്ന ക്യാരക്ടർ വരും. അയാൾ ഒരു വലിയൊരു കള്ളനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ശില വന്നിട്ട് ഒരു അമ്പലത്തിലാണുള്ളത്. അപ്പോൾ ആ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ ശിലേനെ കാണാൻ പറ്റുള്ളൂ. അതും ഒരു പ്രത്യേക ജാതിക്കാരെ വന്നിട്ട് അത് കാണാനുള്ള അനുവാദം അവർക്കില്ല. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ മണിയൻ്റെ ഭാര്യയ്ക്ക് ആ വിഗ്രഹം കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ പോയി അത് കണ്ടിട്ട് വരും. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ആ ക്യാരക്ടർ പടത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കഥ അങ്ങനെ പോകും. അങ്ങനെ ഇരിക്കുമ്പം മൂന്നാമത്തെ ടൊവിനോ തോമസിനെ കാണിക്കും. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുക്കൻ എന്തോ ഒരു എക്സാമൊക്കെ എഴുതി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ മുത്തച്ഛനാണ് മണിയൻ. അപ്പോൾ ഈ മണിയൻ കള്ളനായതുകൊണ്ട് ഇവരുടെ പാരമ്പര്യം തന്നെ കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ നാട്ടുകാർ മൊത്തം ഇവനെ വന്നിട്ട് ഒരു ഒതുക്കി വയ്ക്കുമല്ലോ, അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു വില്ലൻ വരും. വില്ലൻ വന്നിട്ട് നമ്മുടെ ഇളയ തലമുറക്കാരായ ടൊവിനോ തോമസിൻ്റെ അടുത്ത് പറയും, നീ ഇപ്പോൾ ഒരു റിസ്കിൽ മാട്ടി, നീ ഇതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ എനിക്ക് വന്നിട്ട് ഈ അമ്പലത്തിലുള്ള ശില നീ തരണം എന്ന് പറയുന്നു. നിന്നെക്കുറിച്ച് കുറച്ച് രഹസ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു കംപ്ലീറ്റ് കള്ളനായി മാറും, നാട്ടുകാരൊക്കെ അങ്ങനെ നിന്നെ വിശ്വസിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ ടൊവിനോ തോമസിനെ കൊണ്ടുവന്ന് നിർത്തും. അതിന് ടൊവിനോ തോമസും അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ശില എടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാവും. അത് എങ്ങനത്തെ ഒരു ട്വിസ്റ്റാണ്, അതേപോലെ ആ ശിലേനെക്കുറിച്ച് നടക്കുന്ന എന്താണ്, അതിലുള്ള മർമ്മങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. ബേസിക്കായിട്ട് ഈ കഥ നോക്കുകയാണെങ്കിൽ നല്ലൊരു കഥയാണ്. പക്ഷേങ്കിൽ നമ്മൾ പടമായിട്ട് കാണുമ്പോൾ അത് എന്തോ എനിക്ക് അത്രയും വന്നിട്ട് ഒരു സ്വാരസ്യമായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ ഇതിൻ്റെ തിരക്കഥ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മെയിൻ. ഈ കഥ ഇവർ നോൺ ലീനിയറിൽ കൊടുത്തില്ലായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ഇരുന്ന് കാണാൻ തന്നെ കൊള്ളത്തില്ലായിരുന്നു. അത്രയേ ഉള്ളൂ ഈ പടത്തിനെക്കുറിച്ച് ഏകദേശം പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ പടത്തിൽ 3 ഹീറോക്കളുണ്ട്. പക്ഷേ അതിന് സമാനമായ രീതിയിലുള്ള വില്ലൻ ക്യാരക്ടറുകൾ ആരുമില്ല. 2-3 വില്ലന്മാരെ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരു ജാതി മൊക്ക വില്ലന്മാരായിരുന്നു. പടത്തിൽ ഏകദേശം വന്നിട്ട് അതായത് സ്വാരസ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇടയിലിടയിൽ ചാൻസ് ഉണ്ടായിരുന്നു. അതും ഇവർ മിസ് ചെയ്തിരുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഏകദേശം ഒരു ട്രഷർ ഹണ്ട് മൂവി പോലെ തന്നെ. ഈ ട്രഷർ ഹണ്ടിനെ കുറിച്ച് എത്ര ബ്രഹ്മാണ്ഡമായ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു ലേശമെങ്കിലും കോപ്പി ചെയ്ത് ഉമ്മാർക്കിടായിരുന്നു. അതൊന്നും തീരെ ഇല്ലയെന്ന് വെച്ചോ. അതേപോലെ നമ്മുടെ കഥാനായകൻ്റെ കയ്യിൽ ഹാമർ റേഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാ കൊണ്ടുവന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ആ സീനൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു, ഇത് വെച്ചിട്ട് ഇവരെന്തെങ്കിലും ഭയങ്കര പരിപാടി ഉണ്ടായിരിക്കും ഈ പടത്തിൽ എന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ വേസ്റ്റായി പോയിട്ടാ. അതിൻ്റെ ഇടയിൽ കളരി കൊണ്ടുവന്നായിരുന്നു. ശരി, എന്നാൽ പിന്നെ നമുക്കിനി കളരി കാണാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഒരു വെയിറ്റ് ഇല്ലാണ്ട് പോയി.
പിന്നെ ഒരു കാര്യമുണ്ട്, നാട്ടിൽ എത്ര ചെറുപ്പക്കാരുണ്ടെങ്കിലും എന്താ പറയുക, വില്ലൻ്റെ മോള് ഹീറോയിനെ മാത്രമേ പ്രേമിക്കുള്ളൂ. അങ്ങനത്തെ സീനൊക്കെ എല്ലാ പടത്തിലും വരുന്ന പോലെ ഇതിലും വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് വെച്ചതെന്ന് അറിയത്തില്ല. മൊത്തം സിനിമയിൽ വന്നിട്ട് ടൊവിനോ തോമസ് 3 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ 3ഉം തർക്കമില്ലാണ്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ഈ 3 ക്യാരക്ടർ അല്ലാണ്ട് ആ പടത്തിൽ വേറെ ഒന്നുമില്ല. അതിലും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മണിയൻ എന്നൊരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ക്യാരക്ടറിലും വന്നിട്ട് ടൊവിനോ തോമസിൻ്റെ ബോഡി സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ ആഹാ ഇവ ഒരു 10 പേരെ അടിക്കടാ എന്നുള്ള പോലെ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അതേപോലെ ആ ഫൈറ്റ് സീൻസൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും കുറ്റം പറയാനില്ല. മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ അതിൻ്റെ തിരക്കഥ ആ ലെവലിൽ കൊണ്ടുവരുന്നെങ്കിൽ, അതായത് ഇതിൽ കുറച്ച് അവർ പട്ടി ടിങ്കറിങ് ഒക്കെ നടത്തി നല്ല ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ പടം ഒരു അടിപൊളി പടമാകുമായിരുന്നു. പക്ഷേ ഇപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുമാർ പടത്തിനും താഴെ മാത്രമേ ഉള്ളൂ ഈ പടം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി എന്നാൽ, ഓക്കെ ബൈ.